ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് അരേലിയ. കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾക്കാണ് നല്ലൊരു ഭംഗിയാണ്. വളരെ ചെറിയൊരു ഇലകളാണെങ്കിൽ കൂടിയും രണ്ട് കളറോട് കൂടിയ ഈ ഒരു ചെടി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിതിങ്ങനെ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ചെടി തണ്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. നല്ല കരുത്തുള്ളൊരു തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകും. അത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തണ്ട് പൊട്ടിക്കാൻ? നല്ല കരുത്തുള്ള തണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട്. പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയെങ്കിലും നമ്മൾ ഈ ഒരു വെച്ച് കൊടുക്കുന്ന ഒരു സമയത്ത് വെയിൽ ലൈറ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാൻ. വളരെയേറെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. ഇത് നന്നായി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്ത് എപ്പോഴും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടി ഉണ്ടായി കിട്ടും. ദിവസം ഒരു നേരമെങ്കിലും നനച്ച് കൊടുത്താൽ മതി. ഇനി 2 നേരം നനച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ചെടിക്ക് വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. ഇടയ്ക്കുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ചാണകം നമ്മൾ നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഹാർഡായി കിട്ടുകയാണെങ്കിൽ ആ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചാണകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇതേപോലെ ആട്ടിൻകാഷ്ടോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ചെടി കൂടുതലായിട്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുക. ഏതായാലും നമ്മൾക്ക് ഈ ഒരു ചെടി എവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാവും. ചട്ടിയിലോ നിലത്തോ നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ നമ്മൾ പുഷിയായിട്ട് നമ്മൾ ചട്ടിയും നിലത്താണെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ഇതുണ്ടാകും. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.